രണ്ടാമതായി മൺപ്രതിമയെ അതേപോലെ തന്നെ വെള്ളത്തിലേക്ക് മുക്കി വെക്കുമ്പോൾ കുറഞ്ഞ നേരം കൊണ്ട് തന്നെ ഒരു ചെറിയ കമ്പ് കൊണ്ടൊന്ന് ഇളക്കുമ്പോൾ ആ വെള്ളത്തിലേക്ക് ആ പ്രതിമ ഇല്ലാതാവുകയാണ്. വെള്ളത്തിൻ്റെ നിറവും രുചിയും എല്ലാം മാറുന്നുണ്ട്. എന്നിട്ട് പറഞ്ഞു കൊടുത്തു, ഇതുപോലെയാവരുത് നിങ്ങളിലുള്ള തിന്മയെ നിങ്ങളുടെ ചുറ്റുഭാഗങ്ങളിലേക്ക് വിതരണം ചെയ്യുന്നവരാവരുത് നിങ്ങൾ. അവരുടെ ഗുണത്തെ, ആ വെള്ളത്തിൻ്റെ പരിശുദ്ധിയെ, ആ വെള്ളത്തിൻ്റെ തനിമയെ, ആ വെള്ളത്തിൻ്റെ രുചിയെ ഇല്ലാതാക്കിയ വണ്ണം നിങ്ങളായി തീരരുത്. നിങ്ങളുടെ തിന്മകളെ നിങ്ങൾ വിതരണം ചെയ്യുന്നവരായി മാറരുത്. മൂന്നാമതായി പരുത്തി കൊണ്ട് നിർമ്മിക്കപ്പെട്ട, പഞ്ഞി കൊണ്ട് നിർമ്മിക്കപ്പെട്ട ആ പ്രതിമ വെള്ളത്തിലേക്ക് മുക്കി വെക്കുമ്പോൾ ഉടനടി തന്നെ തൽക്ഷണം ആ പാത്രത്തിലുള്ള വെള്ളം മുഴുവനും അത് ആഗീകരണം ചെയ്യുകയാണ്, തൻ്റെ ഉള്ളിലേക്ക് വലിച്ചെടുക്കുകയാണ്. അവസാനം വെള്ളത്തിൻ്റെ തരിമ്പ് പോലുമില്ലാതെ വെള്ളമുണ്ടായിരുന്നോ എന്ന് സംശയമാകുന്ന വണ്ണം ആ പാത്രം കാലിയാകുമ്പോൾ ആ ഗുരുജി, ആ മഹർഷി, ആ ഗുരുവര്യൻ അതെല്ലാവരുടെയും മുന്നിലേക്ക് ഉയർത്തിയിട്ട് പറഞ്ഞു, ഇതുപോലെയുമാകരുത് നിങ്ങൾ. ചുറ്റുമുള്ള നന്മകളെ സ്വാർത്ഥം ഭരിയായി, സ്വാർത്ഥത ഭരിക്കുന്ന, നിസ്വാർത്ഥനല്ല, എല്ലാം തനിക്ക് മാത്രം മതി എന്നാഗ്രഹിക്കുന്ന, നന്മയും അനുഗ്രഹവും തന്നിലേക്ക് മാത്രം ആഗ്രഹിക്കുന്ന ആളുകളായി നിങ്ങൾ മാറരുത്. ഇതുപോലെയാവരുത് എന്ന് പറഞ്ഞു. അടുത്തതായി ആ വെള്ളത്തിലേക്ക് മുക്കിയത് കൽക്കണ്ടത്തിൻ്റെ പ്രതിമയാണ്. തൽക്ഷണം കൊണ്ടത് അലിഞ്ഞുപോയി. എന്നാലോ എല്ലാവരോടും പറഞ്ഞു, ഈ വെള്ളത്തിലൊന്ന് നിങ്ങളുടെ വിരലുകളെ മുക്കണം. ഓരോ ജലകണികയും നിങ്ങൾ രുചിച്ചു നോക്കണം. ഓരോ കണികയിലും മധുരമുണ്ട്. ഇതുപോലെയാണ് നാം ആവേണ്ടത്. നാം ഇല്ലാതായാലും നാം നൽകുന്ന ഗുണങ്ങൾ ഈ നാടിന്, ഈ നാട്ടുകാർക്ക്, നമ്മുടെ സഹജീവികൾക്ക് അവരിലൂടെ അത് നിലനിൽക്കണം, അവർക്കത് രുചിക്കാൻ, അവർക്കത് ആസ്വദിക്കാൻ സാധിക്കണം എന്ന് പറഞ്ഞു വെക്കുന്നു. ഈ കഥയിലാണ് യഥാർത്ഥ മനുഷ്യന്റെ മൂല്യങ്ങളെ, 4 രീതിയിലുള്ള മനുഷ്യരെ തുറന്നു കാട്ടുന്നുവെങ്കിൽ നാം ഏതുപോലെയാണ് എന്ന് നാം പുനർചിന്തനം നടത്തണം. ദൈവം അനുഗ്രഹിക്കട്ടെ. രണ്ടാമതായി, ആരാണ് മനുഷ്യനെന്ന് നാം തിരിച്ചറിയണമല്ലോ. നമ്മൾ ഇതേ കാറ്റഗറിയാണോ എന്ന് നാം ചിന്തിക്കുന്നതോടൊപ്പം തന്നെ നാം ആരാണ് എന്ന് മനസ്സിലാക്കണം. അവിടെയാണ് ശ്രീനാരായണ ഗുരുവിനെ കുറിച്ച് പറഞ്ഞു, ഏറ്റവും അധികം ഇഷ്ടപ്പെടുകയും ആചാര്യനായി കാണുകയും ബഹുവന്യരായ ആദരണീയരായ മനുഷ്യ സമൂഹത്തിനെ ആത്മീയമായി പരിവർത്തനപ്പെടുത്തിയ, ജാതീയതയും വർഗീയതയും വിഭാഗീയതയും ഇല്ലാതാക്കിയ, എല്ലാവരും തുല്യരാണ്, ഒരു ദൈവത്തിൻ്റെ മക്കളാണ്, ഒരുവന്റെ മക്കളാണ് എന്ന് ബോധ്യപ്പെടുത്തിയ ആത്മീയ ഗുരുവര്യർ ആ മഹാനുഭവനെ ഓർത്തുപോകുകയാണ്. അദ്ദേഹത്തിൻ്റെ വരികളോട് സാദൃശ്യമുള്ള, അല്ലെങ്കിൽ ദീനുൽ ഇസ്ലാമിൻ്റെ ഇസ്ലാമിക ചരിത്ര താളുകളിൽ ഇടം പിടിച്ച ഒരേ വാക്കുകളുള്ള 2 കഥകൾ അദ്ദേഹത്തിൻ്റെ കവിതാശലകങ്ങളുണ്ട്. അതിവിടെ പാരായണം ചെയ്യുന്നില്ല. എന്തായാലും ബഗ്ദാദിലൊരു രാജാവിൻ്റെ കഥയുണ്ട്. ആ രാജാവ് പല്ലക്കിലേറി, പല്ലക്ക് നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ, ചുമലിലേറ്റി കൊണ്ടുപോകുന്ന, എല്ലാവരും ആഗ്രഹിക്കണമെന്ന പല്ലക്കിലേറാൻ. അധികാരത്തിന് വേണ്ടിയാവരുത്, ഞാൻ മരിക്കുമെന്ന ചിന്തയിലാവണം. എന്നെ ചുമന്നു കൊണ്ടുപോകുന്ന ഒരു വിഭാഗം ആളുകളുണ്ട്, അവർക്ക് എൻ്റെ ശരീരം ഭാരമായിട്ട് തോന്നാതെ അല്പനേരം കൂടി ആ ശരീരം എൻ്റെ തോളത്തൊന്നിരുന്നുവെങ്കിൽ എന്ന് സന്തോഷിക്കുന്നവണ്ണം. ശരീരത്തിൻ്റെ ഭാരമല്ല, ശരീരത്തിൻ്റെ വിശുദ്ധിയല്ല, മനസ്സിൻ്റെ വിശുദ്ധി കൊണ്ടാണ് അത് നേടിയെടുക്കാൻ കഴിയുക. അപ്പോൾ പല്ലക്കിലേറി അവിടെയുള്ള നാട്ടുവാഴി, അവിടെയുള്ള ഭരണാധികാരി, അവിടെയുള്ള രാജാവ് ആ തിരുവീതിയിലേക്ക്, ബഗ്ദാദിൻ്റെ പട്ടണത്തിലേക്ക് കടന്നു വരുമ്പോൾ ജനങ്ങളെല്ലാം ഇങ്ങനെ എഴുന്നേറ്റ് നിൽക്കുന്നുണ്ട്. ആദരവ് കൊണ്ടാണ്. എന്നാൽ ചില ആളുകൾക്ക് ഭയമുണ്ട്. രാജാവ് എഴുന്നേറ്റില്ലെങ്കിൽ എന്തു പറ്റും? ചിലപ്പോൾ ഗളച്ഛേദനം, തല വെട്ടിയങ്ങ് മാറ്റിയേക്കും. ചില ആളുകൾക്ക് അനുകമ്പയോ അല്ലെങ്കിൽ ആ രാജാവിൽ നിന്നുള്ള പാരിതോഷങ്ങൾ ആഗ്രഹിച്ചിട്ടാവാം എല്ലാവരും ഇങ്ങനെ കൽപ്രതിമകളെ പോലെ എഴുന്നേറ്റ് നിൽക്കുമ്പോൾ ആ ജനക്കൂട്ടത്തിനിടയിൽ ഇതൊന്നും ശ്രദ്ധിക്കാതെ, ഈ ലോകം വീക്ഷിച്ചുകൊണ്ട് ഇവിടെ നടക്കുന്ന കാര്യങ്ങളൊന്നും ഗൗരവത്തിലെടുക്കാതെ ഒരു മനുഷ്യൻ മാത്രം അങ്ങനെ ഇരിക്കുകയാണ്. രാജാവ് തന്റെ അനുചരന്മാരോട് അവിടെ നിർത്താൻ പറഞ്ഞു. അഭിസംബോധന വേളയിലാണ് ഇങ്ങനെ കാണുന്നത്. ഉടനടി തന്നെ ആ മനുഷ്യനോട് ചോദിക്കുന്നുണ്ട്, ഞാൻ ആരാണെന്ന് നിനക്ക് മനസ്സിലായോ? ഞാൻ ആരാണെന്ന് നിനക്ക് മനസ്സിലായോ? അതെ, എനിക്ക് നിങ്ങൾ ആരാണെന്ന് മനസ്സിലായിട്ടുണ്ട്. രാജാവ് ചിന്തിച്ചു, ഞാൻ ആരാണെന്ന് മനസ്സിലായിരുന്നെങ്കിൽ ഈ മനുഷ്യൻ അവിടെ ഇരിക്കൂല. അടുത്ത നിമിഷം ഇവന്റെ തല പോകും. എന്നോടുള്ള അനാദരവാണ്, എന്നോടുള്ള ബഹുമാനക്കുറവാണല്ലോ. എന്നെ തിരിച്ചറിയാത്തത് കൊണ്ടല്ലേ ഇവന് ഭക്ഷണം നൽകുന്നത്. ജനത്തിന്റെ ക്ഷാമത്തിനും ക്ഷേമത്തിനും കഴിയുന്ന ഒരുത്തനെ ന്യായമായും ശിക്ഷിക്കാൻ കഴിവുള്ള എന്നെ ഏതു ഭരണാധികാരിയും ഭയപ്പെട്ടു പോകുന്ന നിലയിൽ എൻ്റെ പിന്നിലായി ഒരു സൈന്യമുണ്ടായിരിക്കെ, അധികാരമുണ്ടായിരിക്കെ എന്നോടവന് ആദരവില്ല, എന്നെ മനസ്സിലായിട്ടില്ല. രണ്ടാമതും ചോദിച്ചു, ഞാൻ ആരാണെന്ന് മനസ്സിലായോ? നിങ്ങൾ ആരാണെന്ന് എനിക്ക് മനസ്സിലായി.
പിന്നെയുള്ള ചോദ്യം അങ്ങ് കടുപ്പായി. എങ്കിൽ പറയ്, ഞാൻ ആരാണെന്ന് പറയും എന്ന് കടുപ്പത്തിൽ പറയുമ്പോൾ ആ മനുഷ്യൻ പറഞ്ഞു കൊടുത്തു, നിങ്ങൾക്ക് ഞാൻ നിങ്ങൾ ആരാണെന്ന് പറഞ്ഞു തരട്ടെ. അദ്ദേഹം ഇങ്ങനെ നോക്കുമ്പോൾ പറഞ്ഞു കൊടുത്തത്, നിങ്ങളുടെ പ്രാരംഭം മ്ലേച്ഛമായ ഇന്ദ്രിയ തുള്ളിയിൽ നിന്നായിരുന്നു. നിങ്ങളുടെ അവസാനം ആളുകൾ വെറുക്കുന്ന ദുർഗന്ധമാകുന്ന ചീഞ്ഞളിയുന്ന ശരീരത്തിന്റെ ഉടമയാണ്. അതാണ് നിങ്ങളുടെ അവസാനം. അതിൻ്റെ ഇടയിൽ മലം ചുമക്കുന്ന ജീവി മാത്രമാണ് നിങ്ങൾ. മനുഷ്യരാണ് മലം ചുമക്കുന്ന ജീവി എന്ന് പറയേണ്ടി വരും. ഒരു മൃഗത്തിന് ഒന്ന് മലമൂത്ര ശങ്കയുണ്ടായാൽ അതിന് സ്ഥലവും കാലവും നോക്കണ്ട, അതങ്ങ് സാധിക്കും. പക്ഷെ മനുഷ്യന്മാർക്ക് അങ്ങനെയില്ല. സ്ഥലവും സന്ദർഭവും സാഹചര്യവും ഒക്കെ അനുകൂലമായിട്ട് വേണം, ഇല്ലെങ്കിൽ 1-2 ദിവസമൊക്കെ പിടിച്ചു നിൽക്കും. നമ്മൾ മലം ചുമക്കുന്ന ജീവികളാണ്. ഉടനെ രാജാവ് തന്റെ പരിചാരകരോട് പറഞ്ഞത്, തന്റെ അനുയായികളോട് പറഞ്ഞത്, ഇവിടെ ഇറക്കണം എന്നെ. അദ്ദേഹം ചാടി ഇറങ്ങി വരുമ്പോൾ ജനങ്ങൾ സംസാരിക്കാൻ തുടങ്ങി. രാജാവ് തന്നെ വരികയാണ്. മന്ത്രിയുണ്ട്, അദ്ദേഹത്തിന്റെ കിങ്കരന്മാരുണ്ട്. അദ്ദേഹത്തിന്റെ ഗളച്ഛേദനം നടത്തുവാനുള്ള ഒരു ആംഗ്യം മതി, തലമണ്ണിൽ കിടന്നുരുളാൻ അത് മതിയായിരിക്കും. പക്ഷേ രാജാവ് തന്നെ ഇറങ്ങി വന്നത് അദ്ദേഹത്തിന്റെ കരങ്ങൾ കൊണ്ട് തന്നെ ഈ മനുഷ്യനെ ഇല്ലാതാക്കാനാണ്. എന്നാൽ അദ്ദേഹം വന്നിട്ട് ആ മനുഷ്യന്റെ കാൽക്കലേക്ക് തല ഇങ്ങനെ താഴ്ത്തി വെച്ചിട്ട് പറഞ്ഞു, അങ്ങയുടെ വാക്കുകൾ എൻ്റെ തലയിലെ രോമങ്ങൾക്ക് പോലും രോമാഞ്ചമുണ്ടാക്കിയിരിക്കുന്നു എന്നാണ്. അപ്പൊ നമ്മൾ ആദ്യം പറഞ്ഞ ആ കഥയിലേക്ക് പോകണം. കൽപ്രതിമകളെ കുറിച്ച് പറഞ്ഞിരുന്നല്ലോ, മാറ്റമുണ്ടാവാത്ത പ്രതിമകൾ. എന്നാൽ ഞങ്ങളെപ്പോലെയുള്ള സാധുക്കളായ ദൈവികമായ വിശ്വാസത്തെ ജനങ്ങൾക്ക് പറഞ്ഞു നൽകാൻ തയ്യാറായി ഞങ്ങളുടെ ജീവിതം മാറ്റിവെച്ച ഇവിടെയുള്ള വൈദികരും അതുപോലെ തന്നെ സ്വാമിയവറുകളും എല്ലാം പറയുന്നൊരു വാക്കുകളുണ്ട്, നിരന്തരമായ പ്രവർത്തനം കല്ലിനെ പോലും മൃദുവാക്കി മാറ്റിടും. അതുകൊണ്ടാണ് ഒഴുകുന്ന പുഴയുടെ അരികിൽ ഉരുളൻകല്ലുകളെ കാണും, കൂർത്ത കല്ലുകൾ ഉണ്ടാവില്ല. നമ്മൾ ആദ്യം പറഞ്ഞ കൽപ്രതിമകളെ പോലെ ആകരുതെന്ന. ഇനി കൽപ്രതിമകളെ പോലെ ആയവർക്ക് നാം എന്താവണം? നിരന്തരമായ നമ്മുടെ ഇടപെടലുകൾ കൊണ്ട് മാനുഷികമായ മൂല്യങ്ങളെ, സാംസ്കാരിക സാമൂഹിക തത്വചിന്തകളെ നാം പറഞ്ഞു നൽകണം, നാം പഠിപ്പിച്ചു നൽകണം. ദൈവം അനുഗ്രഹിക്കട്ടെ. അപ്പോൾ നമ്മുടെ ചിന്തകൾ നന്നാവുക എന്നാണ് പറഞ്ഞതിൻ്റെ അർത്ഥം. അപ്പോൾ എന്താ വേണ്ടത്? ഈ മാനവ സൗഹാർദ്ദ സദസ്സിലൂടെ നാം ആർജിച്ചെടുക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, സമയം അവസാനിക്കുക 2-3 മിനിറ്റേ ഉള്ളൂ, 59 ആയിട്ടുണ്ട്. അപ്പോൾ നാം ആർജിച്ചെടുക്കേണ്ട ഏറ്റവും പ്രധാനമായ കാര്യം ഒപ്പം തന്നെ ഇതിലേക്ക് ചേർത്ത് പറയണമല്ലോ. ഞാൻ ഈ വേദിയിൽ വരുമ്പോൾ അത് പറയാതെ പോകരുത്. മതങ്ങളെല്ലാം പറഞ്ഞിരിക്കുന്നത് ഒരുവന്റെ മക്കളാണ് എന്നാണ്, അല്ലെ? പരിശുദ്ധമായ ഖുർആനിലും ഒരാണിൽ നിന്നും ഒരു പെണ്ണിൽ നിന്നുമാണ് നിന്നെ പഠിക്കപ്പെട്ടത്. ഹൈന്ദവ മതത്തിൽ ലോകം മുഴുവനും തറവാടാണെന്ന് പറഞ്ഞു, ഒരുത്തൻ്റെ മക്കളാണ് എന്ന് ക്രിസ്തീയ മതം പഠിപ്പിക്കുന്നു. എല്ലാ മതത്തിൻ്റെയും വചനങ്ങൾ ഇതാണ്. പിന്നെ എവിടെയൊക്കെയോ അക്രമങ്ങൾ നടക്കുമ്പോൾ, അതിക്രമങ്ങൾ നടക്കുമ്പോൾ മതത്തെ പഴിചാരുന്നതല്ലോ. മതത്തിൻ്റെ പ്രശ്നമാണോ? നമ്മൾ ആദ്യം പറഞ്ഞതിലേക്ക് പോവുക, മനുഷ്യൻ്റെ പ്രശ്നമാണ്. മതത്തിനും കാലത്തിനും പ്രകൃതിക്കും മാറ്റമുണ്ടായിട്ടില്ല. മനസ്സിലാക്കിയതിലും വ്യാഖ്യാനിച്ചതിലുമുള്ള തെറ്റുകളാണ് ഇന്ന് അത്തരത്തിലുള്ള വാദങ്ങൾക്ക് കാരണമായത്. അതിനേക്കാൾ ഉപരിയായി ഒരു അറബി കവിതയുടെ വരികളുടെ അർത്ഥം മാത്രം പറയാം. എന്താണ്? സൂര്യന്റെ പ്രഭയെ നിനക്ക് വെറുപ്പുള്ളതായി തോന്നി, കാരണം നിന്റെ കണ്ണിന് അസുഖമുണ്ട്. പച്ചവെള്ളം പോലും നിനക്ക് കയ്പുള്ളതായി തോന്നി, കാരണം നിന്റെ വായിന് എന്തുണ്ട്? രോഗമുണ്ട്. യഥാർത്ഥത്തിൽ നീ അത്ഭുതപ്പെടേണ്ടതില്ല. ബുദ്ധിയും വിവേകവും ഉണ്ടായിട്ട് അസൂയാലുക്കളായതിൻ്റെ പേരിൽ വിമർശിക്കുന്ന ആളുകളെ, അവർക്ക് ബുദ്ധിയും വിവേകവും ഉണ്ട്, പക്ഷേ അവരുടെ തൊഴിലെന്താണ്? വിമർശനം മാത്രമാണ്. അങ്ങനെയുള്ള ആളുകൾ ഈ ലോകത്തിൽ ഈശ്വര വിശ്വാസികളുണ്ട്, നിരീശ്വരവാദികളുണ്ട്, സ്വതന്ത്ര ചിന്താവാദികളുണ്ട്. ഇനി ഇതിലൊന്നും പെടാത്ത ആളുകളുണ്ട്, അവരുടെ ജീവിതം മാത്രമായി ജീവിച്ചു തീർക്കുന്ന ആളുകൾ. ഒന്നേ പറയാനുള്ളൂ, നാം എല്ലാം മനുഷ്യരാണ്. നാം ഒന്നിച്ചു നിൽക്കേണ്ടവരാണ്. ആർക്കു വേണ്ടി? മനുഷ്യത്വത്തിന് വേണ്ടി, മനുഷ്യമൂല്യങ്ങൾക്ക് വേണ്ടി. മതിലുകളിലെ ആദ്യ വരികളെപ്പോലെ ചിന്ന ഭിന്നമായിരുന്ന കല്ലുകൾ കൂട്ടിച്ചേർത്താണ് ശക്തമായ സംരക്ഷണമായ മതിലായി മാറിയത്. പക്ഷേ ആ മതിലുകൾ തന്നെ പിന്നീട് എന്തായി മാറിയെന്നാണ്? അവരുടെ അവകാശങ്ങളെ ലംഘിക്കുന്നതായി. അല്ലെ, ഒന്നിന് ഉപകാരമുണ്ട്, ഒന്നിന് ഉപദ്രവമുണ്ട്. അപ്പോൾ നാം ഒന്നിക്കണം. എന്തിനു വേണ്ടിയായിരിക്കണം? അത് മാനവന് വേണ്ടിയായിരിക്കണം, മനുഷ്യത്വത്തിന് വേണ്ടിയായിരിക്കണം. തീവ്രമായ ചിന്തയാണ് തീവ്രവാദം. എന്നാൽ അതിന് മറ്റൊരു ഡെഫിനേഷൻ കൂടിയുണ്ട്. തീവ്രമായ ചിന്തയുണ്ടായാൽ തീവ്രവാദിയാകൂല. തീവ്രമായ ചിന്തയെ നടപ്പിലാക്കാൻ അക്രമം വഴിയായി സ്വീകരിച്ചു കഴിഞ്ഞാലാണ് തീവ്രവാദിയാകുക. അതിൽ രാഷ്ട്രീയമുണ്ട്, അതിൽ മതവിശ്വാസികളുണ്ട്, മതമുള്ളവരും മതമില്ലാത്തവരും, യുക്തിവാദികളും സ്വാതന്ത്ര്യവാദികളും എല്ലാവരും ഇതിൽ പെടുന്നു എന്നതാണ് യാഥാർത്ഥ്യം. അപ്പോൾ നമ്മൾ എന്താ വേണ്ടത്?
നമ്മൾ മനുഷ്യനാവുക. നമുക്ക് ചിന്തകളും നമുക്ക് സ്വാതന്ത്ര്യങ്ങളും നമ്മുടെ അവകാശങ്ങളുണ്ട് എന്നതുപോലെ അടുത്തൊരാൾക്ക് അവൻ്റെ അവകാശങ്ങളുണ്ട്. ഞാൻ ഒന്ന് ചേർത്തത് ഇത്രയും ഇപ്പോൾ ആളുകളുള്ളത് കൊണ്ട് പറയുക. ഇന്ന് കാലഘട്ടത്തിൽ നമ്മുടെ മക്കൾ സ്വതന്ത്രവാദികളാണ്. എനിക്കെല്ലാത്തിനും സ്വാതന്ത്ര്യം വേണം. യഥാർത്ഥത്തിൽ അങ്ങനെ ഒരു സ്വാതന്ത്ര്യം നൽകാൻ പറ്റും? ഒരിക്കലും ഇല്ലാന്നാണ്. അതെന്തേ? എല്ലാത്തിനും സ്വാതന്ത്ര്യം കൊടുക്കാൻ പറ്റൂലേ? എനിക്ക് എവിടെയും നോക്കാൻ ഒരു സ്വാതന്ത്ര്യം കൊടുത്തു കഴിഞ്ഞാൽ അല്ലേ നിങ്ങളുടെ സ്വാതന്ത്ര്യം പോകും, നിങ്ങളുടെ പ്രൈവസി നഷ്ടപ്പെടും. എനിക്കെന്തും കാണാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടെങ്കിൽ, എനിക്കെന്തും കേൾക്കാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടെങ്കിൽ, എനിക്കെന്തും എവിടെയും കടന്നു ചെല്ലാനുള്ള സ്വാതന്ത്ര്യമുണ്ടെങ്കിൽ, എനിക്കെന്തും പ്രചരിപ്പിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ടെങ്കിൽ, എൻ്റെ മതവിശ്വാസം, എൻ്റെ വിശ്വാസങ്ങളും എൻ്റെ ഇഷ്ടങ്ങളും അതിന് പൂർണ്ണമായ സ്വാതന്ത്ര്യം നിനക്ക് നൽകിയാൽ മറ്റൊരുത്തൻ്റെ സ്വാതന്ത്ര്യം പോകും. അപ്പോൾ സർവ്വസ്വാതന്ത്ര്യം എന്ന് പറഞ്ഞ സാധനമില്ല. അതിന് രസകരമായ ഒരു ബാലരമയിൽ വന്ന കഥയുണ്ട്. എൻ്റെ ബാല്യകാലങ്ങളിൽ ബാലരമയുടെ ആദ്യ കഥകളെയാണ് ഞാൻ കൂടുതലായി സ്വീകരിച്ചിരുന്നത്. അതിലൊരു ആട്ടിൻകുട്ടിയെക്കുറിച്ച് പറയുന്നുണ്ട്. ആട്ടിൻകുട്ടി ഇങ്ങനെ ഓടിച്ചാടി നടക്കുക, രസകരമാണ്. അപ്പോൾ തള്ളയാട് പറയുന്നുണ്ട്, ഒന്ന് സൂക്ഷിക്കണം, വീഴാൻ സാധ്യതയുണ്ട്, കിണറുണ്ട്, കുളമുണ്ട്. ഇങ്ങനൊന്നും ശ്രദ്ധിക്കാതെ ഇങ്ങനെ സർവ്വസ്വാതന്ത്ര്യമായ അതിരുകളില്ലാതെ മേഞ്ഞ് നടക്കുന്നതിൽ പെട്ടെന്ന് പൊട്ടക്കിണറ്റിലേക്ക് വീണു, ഒരു കിണറ്റിലേക്ക് വീണു. അതിൻ്റെ കരച്ചിൽ കേട്ട്, തള്ളയാടിൻ്റെ കരച്ചിൽ കേട്ട് ഉടമസ്ഥൻ വന്നു, രക്ഷിച്ചു, കഴുത്തിലൊരു കയറിട്ടു. ഉടൻ തന്നെ കുഞ്ഞാടിൻ്റെ കരച്ചിലായി, എൻ്റെ സ്വാതന്ത്ര്യം നിഷേധിക്കപ്പെട്ടു. അപ്പം അമ്മ പറഞ്ഞു, ഇതാണ് മോനെ സ്വാതന്ത്ര്യം. ഇതാണ്, അതായത് അതിർവരമ്പുകളിലാണ്, ചില ബന്ധനങ്ങളിലാണ് സ്വാതന്ത്ര്യം പൂർണ്ണമാകുക. ചില നിയന്ത്രണങ്ങൾ ഉണ്ടാവണം, ചില നിയമങ്ങൾ ഉണ്ടാവണം, എന്നാലേ സ്വാതന്ത്ര്യം പൂർണ്ണമാകും എന്ന് വിശ്വസിക്കണം. നാം മനുഷ്യരാവണം. ദൈവം അനുഗ്രഹിക്കട്ടെ. ഇവിടെ സംസാരിച്ച സോമയവറുകൾ നല്ല രസകരമായ ഇതിനേക്കാൾ ഒരു ഹാസ്യരൂപത്തിൽ നിങ്ങൾക്കിടയിൽ ഒരു മനുഷ്യനാണെന്ന് അദ്ദേഹത്തിൻ്റെ സംസാരം കണ്ടപ്പോൾ പൂർണ്ണമായിട്ട് മനസ്സിലായി. ഇവിടെ ജീവിച്ചവരാണ്. അദ്ദേഹത്തിന് ആ നിലയിൽ ആത്മീയമായൊരു പരിവർത്തനമുണ്ടായി. അദ്ദേഹം അതിനെ നിങ്ങളിലേക്ക് എത്തിച്ചു നൽകുമ്പോൾ നല്ല നിലയിൽ സ്വീകരിക്കുക. എല്ലാ മതങ്ങളെയും, എല്ലാ വിഭാഗത്തെയും, എല്ലാ ജാതിയെയും, എല്ലാത്തിനെയും നമ്മുടെ ഉള്ളിലേക്ക് എൻ്റേതാണ്, എൻ്റേതാണ്. അയം നിജപരോ വേദിഗണന ഗുണചേതസാം ഉദാരചരിതാനാം തോ വസുദൈവ കുടുംബം. ഇത് പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്.